എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഗുരുവായൂർ വരെ ഒന്ന് പോയി വന്നാലോ? ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കണ്ടാൽ ജീവിതം സാഫല്യമായി എന്നാണ് വിശ്വാസം. എത്ര ത്യാഗം സഹിച്ചും തിക്കും തിരക്കാണെങ്കിലും പരാതിയോ പരിഭവമോ ഇല്ലാതെ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതു മടങ്ങാൻ ആയിരങ്ങളാണ് ഓരോ ദിവസവും ഭൂമിയിലെ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂരിലെത്തുന്നത്. പ്രാർത്ഥനകളും പൂജകളും യഥാവിധി കഴിച്ചു മടങ്ങുമ്പോൾ പലരും വിട്ടുപോകുന്ന ഒന്നാണ് ഗുരുവായൂരിലെ അത്തിവൃക്ഷ ഗണപതിയെ വണങ്ങുവാൻ. ഗുരുവായൂരിൽ ദർശനത്തിനായി എത്തുമ്പോൾ തീർച്ചയായും കണ്ടു വണങ്ങിപ്പോകേണ്ട ഇടങ്ങളിലൊന്നാണ് അത്തിവൃക്ഷ ഗണപതി അഥവാ അത്തിമര ഗണപതി. വിഘ്നങ്ങൾ അകറ്റുന്ന ഈ ഗണപതിയെ കണ്ടാൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത്തിമര ഗണപതിയെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും എന്തുകൊണ്ട് മറക്കാതെ ഈ അത്തിമര ഗണപതിയെ തൊഴുതു പോകണം എന്നതിനെക്കുറിച്ചും ഒന്ന് നോക്കിയാലോ? വളരെ പണ്ട് ക്ഷേത്രക്കുളം വറ്റിച്ച സമയത്താണ് അതിൽ നിന്നും ഒരു ഗണപതി വിഗ്രഹം ലഭിച്ചത്. അന്നത്തെ കാലത്തെ രാജാവായ സാമൂതിരി പറഞ്ഞു, നമ്മുടെ ഓഫീസിൻ്റെ അടുത്തായിട്ട് ഗണപതി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിക്കൊള്ളൂന്ന്. വിഘ്നേശ്വരൻ തൊട്ടടുത്ത് ഉണ്ടാവുന്നത് ഒരു ധൈര്യമല്ലേ എന്നും പറഞ്ഞു. പിന്നീട് അവിടേക്ക് ആൾക്കാർ വരാനും വിളക്ക് വയ്ക്കാനും തുടങ്ങി. അടുത്തുള്ള നമ്പീശൻ കുടുംബം മാല കെട്ടി വയ്ക്കാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോൾ സാമൂതിരി പറഞ്ഞു, വേങ്ങേരി ഇല്ലത്തെ തിരുമേനിയെ വിളിച്ച് എല്ലാ വെള്ളിയാഴ്ചയും നിവേദ്യം കഴിക്കാനായിട്ട് പറഞ്ഞേൽപ്പിച്ചു. പിന്നെ കർക്കടക മാസത്തിൽ പൂജകൾ തുടങ്ങി. ഗുരുവായൂരിലെ യാത്രയിൽ പലരും ഇന്ന് വിട്ടുപോകാത്ത ഒരിടമാണ് വനഗണപതി എന്ന അത്തിമര ഗണപതി. ഗുരുവായൂർ ക്ഷേത്രമതിലകത്ത് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ദേവസ്വം ഓഫീസിൻ്റെ സമീപത്ത് അത്തിവൃക്ഷ ഗണപതിയുള്ളത്. തുറസായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ വന്ന് പ്രത്യേകം തൊഴുതു പ്രാർത്ഥിക്കണമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഗുരുവായൂരപ്പനെ തൊഴാനെത്തുന്ന ആളുകൾ അത്രയും തന്നെ തിരക്ക് ഇന്നിപ്പോൾ ഈ ഗണപതിയുടെ സന്നിധിയിലും നമുക്ക് കാണാം. ഇവിടെ തൊഴുതിട്ട് വേണം ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകാനെന്നുമാണ് ഇന്ന് പറയപ്പെടുന്നത്. അത്തിമരത്തിന് ചുവട്ടിലെ ഈ ഗണപതിയെ തൊഴുതു പ്രാർത്ഥിക്കുക എന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനമാണ്. ഉത്രം നക്ഷത്രക്കാരുടെ വൃക്ഷമായിട്ടുള്ള അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഗണപതി എന്നതാണ് ഈ പ്രാധാന്യത്തിന് കാരണം. ഇതുകൂടാതെ ഈ ഗണപതിക്ക് മുന്നിൽ തേങ്ങയുടച്ച് കറുകമാല, ചെത്തി, തുളസി മാലകൾ എന്നിവ അണിയിച്ച് എണ്ണ വഴിപാട് നൽകുന്നതും അവിൽ നിവേദ്യം പ്രാർത്ഥിക്കുന്നതും പതിവാണ്. വിശ്വാസികൾ ഇതെല്ലാം തന്നെ വളരെ ഉത്തമമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണേ. അവിടെ പോയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻറ്റിലായിട്ടൊന്ന് ചെയ്യണേ. ഇവിടെ പോയിട്ടുള്ളവർ പ്രത്യേകം ഒന്ന് കമൻറ്റിൽ പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കുമായിട്ട് കാത്തിരിക്കുകയാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.